മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഇവിടെ ഈശോയുടെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണത്തിനിരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫരിസേരും യഹൂദരുമൊക്കെ എന്തുകൊണ്ടാണ് പാരമ്പര്യങ്ങൾ പാലിക്കാതെ നിൻ്റെ ശിഷ്യന്മാർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ കുറ്റപ്പെടുത്തുന്ന വചനഭാഗമാണിത്. ഈ തർക്കത്തിൻ്റെ അവസാനത്തിൽ ഈശോ പാരമ്പര്യങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ജനം ആദരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ പിതാവായ ദൈവം അരുൾ ചെയ്തത് ഇന്നും പ്രസക്തമാണ് എന്ന് ഈ നിയമജ്ഞരെയും ഫരിസേരെയും നോക്കി ഈശോ പറയുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം, ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, തിരുവചന ഭാഗത്തിൽ ഈശോയുടെ ശിഷ്യന്മാർ കൈ കഴുകാതെ ശുദ്ധി വരുത്താത്തതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ ഈശോ യഥാർത്ഥത്തിൽ അവരെ ശുദ്ധി വരുത്തുന്നത് അന്ത്യത്താഴത്തിൻ്റെ അവസാനത്തിൽ അവരുടെ കാലുകൾ കഴുകിക്കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ തിരുവചന ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ഈശോ പറയുന്ന ഈ ഒരു വചനഭാഗം വീണ്ടും യെശയ്യാ പ്രവാചകനെ ഉദ്ഘോഷിച്ചുകൊണ്ട് ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഈശോ വീണ്ടും പറയുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. ഹൃദയമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെയും യാന്ത്രികമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് നൽകുന്നത്. ഇപ്പോൾ ബാഹ്യമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും, പക്ഷെ അതിനുള്ള ഒരു ഹൃദയമുണ്ടോ എന്നുള്ളതാണ് അവിടെ സംശയം. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ ഒരു ഉപമ പറയുന്നുണ്ട്, ഒരു കഥ പറയുന്നുണ്ട്. അത് 2 പുത്രന്മാരുടെ കഥയാണ്. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 28 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. അവിടെ 2 പേര് ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാനായിട്ട് പറഞ്ഞയച്ചു. ഒന്നാമൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു, അവൻ പോയില്ല. രണ്ടാമൻ അടുത്ത് ചെന്നു, ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവൻ പശ്ചാത്തപിച്ച് പോയി എന്നാണ് പറയുന്നത്. ഇതിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ ഒരു ഹൃദയമുണ്ടായിരുന്നത്? അത് മനസ്സലിഞ്ഞവനല്ലേ? ഇത് തന്നെയാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഏത് പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമ്മൾ പോകുമ്പോഴും അതിലൊരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ അതിൽ നന്മയുണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ്. കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങളുടെ ജോലി എന്തു തന്നെയായാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. ഈ ഹൃദയമില്ലാതെ പോകുന്ന എല്ലാ പ്രവൃത്തികളും യാന്ത്രികമാണ്. അതിലെല്ലാം തന്നെയും ഒരു നന്മയില്ല എന്നുള്ളത് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഹൃദയമുണ്ടാകട്ടെ, നമ്മുടെ സ്നേഹത്തിൽ ഒരു ഹൃദയമുണ്ടാകട്ടെ. യാന്ത്രികമായിട്ടുള്ള സ്നേഹബന്ധങ്ങളല്ലാതെ പോകട്ടെ, നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു ഹൃദയമുണ്ടാകട്ടെ. വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കുചേരാനായിട്ട് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ആരുടെയൊക്കെയോ നിർബന്ധം കൊണ്ട് വരുന്നതല്ല, എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ ദൈവത്തോടുള്ള ബന്ധം കൊണ്ട് വരുന്ന ആ ഒരു ഹൃദയബന്ധത്തിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾക്ക് ഒരു ഹൃദയമുണ്ടാകട്ടെ. നമ്മുടെ ജോലി മേഖലകളിൽ ഒരു ഹൃദയമുണ്ടാകട്ടെ. ചെയ്യുന്ന ജോലികൾ അതിന് ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ ഉപരിയായിട്ട് അത് ചെയ്യുന്നതിനോടുള്ള ഒരു ഹൃദയബന്ധം നമുക്കുണ്ടാകുമ്പോഴാണ് അത് നന്മയുള്ളതായിട്ട് മാറുന്നത്. അവിടെയാണ് നമുക്ക് ആത്മാർത്ഥത ഉണ്ടാകുന്നത്. ജീവിതത്തിൽ അപ്രകാരം ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം വിശാലമാകട്ടെ, ദൈവസ്നേഹത്താൽ നിറയട്ടെ. ഒപ്പം തന്നെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തെ സേവിക്കുന്നത് പോലെ ആകണം എന്നുള്ള കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടുകൂടി ചെയ്യുവിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല ദിനം ആശംസിക്കുന്നു.